ഇസ്രായേലിലെ ഗ്രാമങ്ങളിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു ഗ്രാമമായിരുന്നു നസറത്ത്. ആർക്കും വലിയ മതിപ്പൊന്നുമില്ലാതിരുന്ന ഒരു ഗ്രാമം. അതുകൊണ്ടാണ് പിന്നീട് നഥാനിയേൽ പറയുന്നത്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ വരുമോ? പക്ഷെ ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സ്ഥലമാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുവാൻ തിരഞ്ഞെടുത്തത്. അവഗണിക്കപ്പെട്ട് കിടന്ന, ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ വലിയൊരു കാരുണ്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാതാവ് മംഗളവാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥയായി എന്ന് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവരുടെ അസ്വസ്ഥയ്ക്ക് ഒരു കാരണം ഇതാണ്: ഇത്രയും വലിയ കാര്യങ്ങൾ തന്നിൽ സംഭവിക്കാൻ താൻ യോഗ്യയാണോ എന്നുള്ള ചിന്ത മാതാവിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ആ എളിമയാണ് കർത്താവിന് ഇഷ്ടപ്പെട്ടത്. കാരണം അതുകൊണ്ടാണ് പിന്നീട് മാതാവ് തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മംഗളവാർത്ത വരുന്ന സന്ദേശം ഇതാണ്: ചെറിയവരാകാം, എളിയവരാകാം, നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളുമെന്ന് പത്രോസ്ലീഹായും പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ എളിയവരാകാം, ചെറിയവരാകാം. എല്ലാവരും അവഗണിച്ചാലും നമ്മൾ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ ഇരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.